നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരാതികൾക്ക് പിന്നാലെ വീണ്ടും പരിഷ്കരിക്കാൻ നിർബന്ധിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 2-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക കരട് പട്ടികയായിട്ട് ഇന്ന് വീണ്ടും പുറത്തിറക്കും. വോട്ട് ചേർക്കാനും ഒഴിവാക്കാനും വാർഡ് വിഭജനം അനുസരിച്ച് വാർഡുകൾ ക്രമീകരിക്കാനും വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. ജൂലൈ 23-ന് കരട് പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങൾ സ്വീകരിച്ച് തിരുത്തൽ വരുത്തി ഈ മാസം 2-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക ഇന്ന് മുതൽ വീണ്ടും പരിഷ്കരിക്കുകയാണ്. 2-ാം തീയതി പ്രസിദ്ധീകരിച്ച് അന്തിമ പട്ടിക കരട് പട്ടികയായിട്ട് ഇന്ന് വീണ്ടും പ്രസിദ്ധീകരിക്കും. വോട്ട് കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും ഒക്ടോബർ 14 വരെ അവസരമുണ്ടാകും. ഒക്ടോബർ 25-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികളുണ്ടെങ്കിലും അത് സ്വീകരിച്ച് നടപടിയെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആധാർ കാർഡ് ഉടമകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ആധാർ സേവാ കേന്ദ്രങ്ങൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ ഈ ആപ്പ് ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ പെട്ട വിവിധ സേവനങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വർഷം അവസാനത്തോടെ ഈ ആപ്പ് ലോഞ്ച് ചെയ്യും. ഉപയോക്താക്കൾക്ക് അവരുടെ പേര്, താമസ വിലാസം, അതോടൊപ്പം തന്നെ ജനന തീയതി തുടങ്ങിയ പ്രധാന വ്യക്തിഗത വിവരങ്ങൾ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്നതിനായാണ് പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. എൻറോൾമെൻറ്റ് സെൻ്ററുകളിലേക്ക് നേരിട്ടുള്ള സന്ദർശനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഈ ഡിജിറ്റൽ പരിഹാരം ലക്ഷ്യമിടുന്നത്. ഫേസ് ID സാങ്കേതിക വിദ്യയുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജിപ്പിക്കുന്നതിലൂടെ ആപ്പ് ഇന്ത്യയിലുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായിട്ടുള്ള ഡിജിറ്റൽ ആധാർ സേവനങ്ങൾ നൽകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു. ഈ സാമ്പത്തിക വർഷം മുതൽ 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഈടില്ലാതെ നമുക്ക് 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കീമിനെ പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ മുൻപ് വീഡിയോ രൂപേണ നിങ്ങളെ അറിയിച്ചിരുന്നതാണ്. കർഷകർക്ക്, അതും ചെറുകിട നാമമാത്ര കർഷകർക്കെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണിത്. കേവലം 4% മാത്രമാണ് ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് വരിക. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഷിക വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതാണ്. നിലവിൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് മുൻഗണന എടുത്തുകൊണ്ട് ഈ ഒരു സ്കീം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സെപ്റ്റംബർ 26-ാം തീയതി മുതൽ വിതരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി. ഇനിയും ലഭിക്കാനുള്ളവർക്ക് ഇന്ന് തിങ്കളാഴ്ച മുതൽ വീണ്ടും വിതരണം പുനരാരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാർ നേരിട്ട് കൈകളിലേക്കുള്ള പെൻഷൻ തുക എത്തിക്കുന്ന രീതിയുമുണ്ട്. അതായത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും പെൻഷൻ വിതരണം എല്ലാം തന്നെ പൂർണ്ണ തോതിൽ ആരംഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവർക്കായിട്ട് ഈ ആഴ്ച തന്നെ, അതും പ്രത്യേകമായിട്ട് ഈ തിങ്കളാഴ്ച ഇന്ന് മുതൽ തന്നെ വിതരണം പുനരാരംഭിക്കുന്നതാണ്. മാത്രമല്ല പൂജയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവധി ദിനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും ഈ ആനുകൂല്യം എത്തിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഈ ധനസഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം, ആ ധനസഹായം, അതായത് 200 രൂപ, 500, 300 എന്നിങ്ങനെ ലഭിക്കുന്നവർക്കും അതിൻ്റെ വിതരണം എല്ലാം തന്നെ ഈ സമയത്ത് ആരംഭിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയോടെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനായിട്ടാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പിന് ശേഷം കിതപ്പ് മാറ്റാൻ ബ്രേക്ക് എടുത്ത് സ്വർണം. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. നിലവിൽ 1 ഗ്രാമിന് 10,585 രൂപയും 1 പവന് 84,680 രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവില. ശനിയാഴ്ച വില വർധനവ് ഉണ്ടായിരുന്നു. പവന് 440 രൂപയാണ് കൂടിയത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.